ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് അമൃതം പൊടി കൊണ്ടൊരു അടിപൊളി ലഡ്ഡു തയ്യാറാക്കിയാലോ. അമൃതം പൊടി കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അവർ പ്ലേറ്റ് കാലിയാക്കി തരും. അപ്പോൾ അത് ആദ്യം വേണ്ടത് അരിയാണ്. അതൊന്ന് നല്ലോണം വറുത്തെടുക്കുക. ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾക്കിതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നിലക്കടലയാണ് വേണ്ടത്. അത് കുറച്ച് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം. നല്ലോണം വറുത്തെടുക്കാം കേട്ടോ. ഇനി അതും നമ്മൾക്കിതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി അമൃതം പൊടി ഇതിലേക്ക് ഇട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായാൽ മതി, അത്രേ വേണ്ടിയുള്ളൂ. ഇനി അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങയൊന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ നല്ലോണം ഒന്ന് വറുത്ത് ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറുന്ന വരെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു മൂന്നോ നാലോ ഏലക്കായ ഒന്ന് ചതച്ചൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. ഇനി അത് നമ്മൾക്കൊന്ന് പൊടിച്ചെടുക്കാം. നല്ല പൊടിയാവേണ്ട ഒരു തരിതരിപ്പോടെ. ഇനി നിലക്കടലിനെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കണേ അമൃതം പൊടി കിട്ടുമ്പോൾ. ഇനി നമ്മൾക്ക് മധുരത്തിന് ആവശ്യമായ വെല്ലം എടുക്കുക. എന്നിട്ട് അതേപോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. ഇനി അത് ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിക്കണം. ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കണം കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി നമുക്കിനി ഇത് ഓരോ ഉരുളകളാക്കിയിട്ട് എടുത്ത് വയ്ക്കാം. കുറേ ദിവസമൊക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും